വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചർവറ സർവറ. അപ്പോൾ ഇന്ന് നാട്ടിൽ എല്ലാവരും ഉത്രാടം ആഘോഷിക്കുകയായിരിക്കും അല്ലേ. ഇവിടെ ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ആയേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഉച്ചയൊക്കെ 2 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് നാളത്തേക്ക്. അപ്പം ഇന്ന് അവരെത്തും. ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴേക്കും അവരെത്തും, അതിനെയൊക്കെ എത്തും. പിന്നെ ചേട്ടൻ്റെ കസിൻ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കുറച്ച് പേർക്ക് ജോലിയുണ്ട് ഈ പറഞ്ഞതുപോലെ. ഇവിടെ അങ്ങനെ നമുക്കല്ലേ ഓണമൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഇവിടെ ഉള്ളവർക്ക് അതൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പം എനിക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് കടകളിലൊക്കെ പോകണം. പിന്നെ ഒരു മലയാളി സ്റ്റോറുണ്ട്, അവിടെ പോയി നാളെ പായസം ഉണ്ടാക്കണം. 2 കൂട്ടം പായസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് അടപ്രഥമനും പാലടയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ വിചാരിച്ചു സുരഭിയിൽ പോയിട്ടേ നമുക്ക് അടയൊക്കെ മേടിക്കാമെന്ന്. ഇപ്പോൾ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാമല്ലേ, ചെറിയൊരു വ്യത്യാസമൊക്കെ ഇല്ലേ. കുറച്ച് ദിവസമായി പനിയല്ല, പക്ഷെ ഒച്ചയടപ്പും. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ടുണ്ട്. ഇന്നിപ്പം നല്ല മഴയായിരുന്നു. നാളെ വെയിൽ. അപ്പം അങ്ങനെ ഇവിടെ ഇപ്പോൾ അപ്പം ഇങ്ങനെ പെട്ടെന്ന് മാറുന്ന നേരം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ പിടിക്കും. ഒച്ചയടപ്പ്, ജലദോഷം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. ഇപ്പം അങ്ങനെ ഞാൻ സുരഭി സ്റ്റോറിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് വാഴയിലയൊക്കെ മേടിച്ചായിരുന്നു, പ്ലാസ്റ്റിക് വാഴയില. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ഡെൽറ്റ പോലീസ്. നമ്മുടെ വീടിനടുത്ത് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഞാനിപ്പോൾ കടയിലൊക്കെ പോയിട്ട് നേരെ വീട്ടിലേക്ക് എത്താറായി. നടന്നുകൊണ്ടിരിക്കുക. 5 മണി അല്ല, ഓൾമോസ്റ്റ് 6 മണിയായി. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇത്ര നേരം ഇവിടെ വന്നപ്പോഴേക്കും. അങ്ങനെ വീടെത്തി. അങ്ങനെ ഓണത്തിൻ്റെ വൈബൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങി. എല്ലാവരും ബാക്കിയെല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയേക്കും കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. ഹലോ, അങ്ങനെ ഞങ്ങൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. അതെ, അല്ല, ഞാനൊരു പണി എടുക്കുന്നില്ല, ഇവിടെ എല്ലാവരും പണി എടുക്കുന്നു. ഞാനും ഒരു പണി എടുക്കുന്നില്ല. അതെ, ഞങ്ങളിവിടെ ഒരു പണി എടുക്കുന്നില്ല. ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്നു. പക്ഷെ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവിയല്, സാമ്പാറ്. അതെ, അവിയൽ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയാം. എന്തൊക്കെയാ? അവിയല്, സാമ്പാറ്, കാളൻ, തോരൻ, ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി. പിന്നെ എന്തൊക്കെയായിരുന്നു? രസം. എല്ലാം മറന്നല്ലോ. കൊറേ സാധനം ഉണ്ട്, ഞങ്ങക്ക് ഓർമ്മ പോലും ഇല്ല എന്തൊക്കെയാണ്. ലസ്സി. പക്ഷെ ഇന്ന് ഇന്ന് നമ്മള് വെജല്ല, ഇന്ന് നമ്മൾ നോൺ വെജാ. അപ്പൊ കുട്ടി അവിടെ ഇന്ന് പോർക്ക് നന്നാക്കിക്കൊണ്ടിരിക്കണ്ട്. ഇനി കുറെ പരിപാടിയുണ്ട്, അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ. ദുദൂടി ഇതിപ്പോ നമ്മളെ പോർക്ക് വേവിക്കാൻ വെച്ചേക്കോ. ഇത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പോർക്ക് കൂടി ഇട്ട് വേവിക്കാൻ വെച്ചേക്കോ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ സൈഡിൽ നമ്മൾ മറ്റേ ഇഞ്ചമ്പുളിക്ക് വേണ്ടിയിട്ട് കുട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മളിവിടെ എല്ലാത്തിനും ഉള്ളത് അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ചേട്ടൻ മറ്റേ ക്യാബേജ് തോരനുള്ളത് അരിഞ്ഞോണ്ടിരിക്കണത്. അവിടെ എന്താ അരിയത്? കണ്ടിട്ട് എന്താ ഇവിടെ എന്താണാവോ അരിയണത്? അവിയലിനുള്ളത്. അതെ, തകർത്ത് അരിഞ്ഞോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ നമുക്കിപ്പോ സമയം എത്രയായി? 11 മണിയായല്ലേ? അതെ, ഞങ്ങളിവിടെ സാമ്പാറിനുള്ള അരിയാണ്. ഞങ്ങള് അവിയലിനൊക്കെ അരിഞ്ഞു വെച്ചു. നാളെ ഞങ്ങള് അവിയലുണ്ടാക്കും. ഇന്നിപ്പോ ഞാൻ സാമ്പാറിനുള്ളത് റെഡിയാക്കും.
അതെ, ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേണം ഉണ്ടാക്കാൻ. ഇവിടെ ഇപ്പം 11 മണിയായി. അപ്പൊ ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. ഞാനാണെങ്കിൽ വിചാരിക്കണു എന്താണ് തോരൻ ഏറ്റവും എളുപ്പമുള്ളത് എടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കുറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാ കറികളും ഒട്ടുമിക്ക കറികളും ഇന്നിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഏകദേശം രാത്രി 12:40 നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ നേരെ കിടന്ന് ഉറങ്ങണം. പിന്നെ നാളെ ഓണമാണല്ലോ. ഞാന് രാവിലെ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വന്നോളൂ. നല്ലായിരുന്നു കുറെ നാൾക്ക് ശേഷം അമ്പലത്തിലേക്ക് ഒന്ന് പോയപ്പോഴേക്കും നാട്ടിലൊക്കെ പോണ നമ്മുടെ ആ ഒരു ഫീൽ, എൻ്റെ ദൈവമേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ കുറിയൊക്കെ ഞാൻ തൊടുമ്പോ. ഇനി വേണം പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളങ്ങനെ ഇത് ഓണസദ്യ കഴിക്കാം കേട്ടോ. ഇവിടെ എല്ലാരും ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി സദ്യ. നോക്കൂ, കഴിച്ചു ഉറങ്ങാണല്ലേ? കണ്ടേട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതായത് നമ്മുടെ ഉണ്ണിയാ. റിവ്യൂ നല്ല ടേസ്റ്റ് ഉണ്ട്.